വെൽക്കം ടു സ്റ്റഡി ടൈം ടിപ്സ്. മാണിക്യവീണ എന്ന് പറയുന്ന പാഠഭാഗത്തു നിന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസറും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വരുന്ന ആനുവൽ എക്സാമിന് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യനുകൾക്ക് ഒരു 6 മാർക്കിൻ്റെ ഒക്കെ ഒരു ക്വസ്റ്റ്യനൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് കൊടുക്കാം. മാണിക്യവീണ. മാണിക്യവീണ എന്ന ശീർഷകം മലയാള ഭാഷയുടെ സൗന്ദര്യം മുഴുവൻ ആവാഹിക്കുന്നതാണ്. ഇത്തിരി കസ്തൂരി അന്തരീക്ഷമെങ്ങും സുഗന്ധം പരത്തുന്നത് പോലെ നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിൻ്റെ കീർത്തി ലോകമെങ്ങും വ്യാപിച്ചിരിക്കുന്നു. മലയാള ഭാഷയുടെ വളർച്ചയുടെ ഘട്ടങ്ങൾ, മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാർ, അവർ നൽകിയ സംഭാവനകൾ ഇവയൊക്കെ മാണിക്യവീണ എന്ന കൊച്ചു കവിതയിലൂടെ അവതരിപ്പിക്കുകയാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജീവനു നൂതനോന്മേഷം പകർന്നിടും ദേവഭാഷാമൃതം ചേർന്ന ഭാഷയെ അടിവരയിട്ട വരിയിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഭാഷ ഏതാണ്? രണ്ടാമത്തെ വരിയിലാണ് അടിവര വന്നിട്ടുള്ളത്. അതായത് ദേവഭാഷാമൃതം ചേർന്ന ഭാഷയുടെ അടിയിലാണ് വരയിട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഏത് ഭാഷയെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മലയാളം, തമിഴ്, ഹിന്ദി, സംസ്കൃതം. ഇതിൻ്റെ ആൻസർ വരുന്നത് മലയാള ഭാഷയെയാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആകാരോ ഹ്രസ്വ എന്നതുകൊണ്ട് ഉദ്ദണ്ഡ ശാസ്ത്രികൾ ഉദ്ദേശിച്ചത് എന്താണ്? ആകാരം ഹ്രസ്വമാണ്, അകാരം ദീർഘമാണ്, രൂപം ചെറുതാണ്, രൂപം വലുതാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് രൂപം ചെറുതാണ്. വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷയെ. ചന്ദനബോധം കലർന്ന ഭാഷ എന്ന് പ്രയോഗം നൽകുന്ന സൂചനയെന്ത്? മലയാള ഭാഷയുടെ സൗന്ദര്യം, ചന്ദനത്തിൻ്റെ സൗന്ദര്യം, മലയാള ഭാഷയിലെ സാഹിത്യ സമ്പത്ത്, ചന്ദന നിറമുള്ള ഭാഷ. ഇതിൻ്റെ ആൻസർ വരുന്നത് മലയാള ഭാഷയുടെ സൗന്ദര്യം. വശ്യമാം ശൈലിയിൽ നിന്നെ ജയിപ്പൊരു വിശ്വമനോഹര ഭാഷയുണ്ടോ? ഈ വരികളിൽ സൂചിപ്പിക്കുന്ന ആശയം എന്ത്? ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഭാഷ മലയാളമാണ്. മലയാളത്തേക്കാൾ മികച്ച ഭാഷ വേറെയുണ്ട്. മാതൃഭാഷയുടെ മനോഹാരിതയെക്കുറിച്ച് കവിക്ക് ഉറപ്പില്ല. മലയാളത്തെ ജയിക്കുന്നത് വിശ്വമനോഹര ഭാഷയാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഭാഷ മലയാളമാണ്. അടുത്തത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുകളാണ്. മലയാളികളുടെ ഹൃദയം ഓടിവള്ളമായി മാറുന്നത് എപ്പോഴാണ്? ജീവചൈതന്യത്തിൻ്റെ കാതലായ മലയാളത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഓരോ മലയാളിയുടെയും ഹൃദയം ഓടിവള്ളം പോലെ ആനന്ദ തെളിനീരാറ്റിൽ ഓളം തുള്ളുന്നു എന്നാണ് കവി പറയുന്നത്. വന്ദനം വന്ദനം വാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷയെ. വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനമോദം കലർന്ന ഭാഷയെ. വരികളിലെ കാവ്യപരമായ സവിശേഷതകൾ കണ്ടെത്തി എഴുതുക. ആൻസർ നോക്കാം. വരികളിലെ രണ്ടാമത്തെ അക്ഷരം ആവർത്തിക്കുന്നു. അതേപോലെ വ, ധ എന്നീ അക്ഷരങ്ങൾ ആവർത്തിച്ച് ഉപയോഗിക്കുന്നതും വരികൾക്ക് താളഭംഗിയും ശബ്ദഭംഗിയും നൽകുന്നു. കേരള തൂമൊഴിയെന്നു കേട്ടാൽ മതി കോരിത്തരിപ്പിൻ്റെ കൊയ്ത്തുകാലം. ഓജസ്സിൻ കാതലെ നിന്നെ ഓർക്കുമ്പോഴേക്കോരോ ഹൃദയവും ഓടിയോടം. മലയാള ഭാഷ കവിതയിൽ ഉണർത്തുന്ന അനുഭൂതികൾ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. ഇതിൻ്റെ ആൻസർ മലയാള ഭാഷയെ പ്രണയിക്കുന്ന കവിയുടെ അർച്ചന ഗീതമാണ് ഈ വരികൾ. മധുരസുന്ദരമായ മലയാള മൊഴി പുളകങ്ങളുടെ കൊയ്ത്തുകാലം തീർക്കുന്നു. മലയാളത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഹൃദയം ഓടിവള്ളം പോലെ ആനന്ദ തെളിനീരാറ്റിൽ ഓളം തുള്ളുന്നു എന്നിങ്ങനെ കവി പറയുന്നു. മലയാള ഭാഷ ഹൃദയത്തിന് പകരുന്ന ആഹ്ലാദമാണ് ഈ വരികളിലൂടെ കവി വ്യക്തമാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വന്ദനം വന്ദനം വാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷയെ. വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനമോദം കലർന്ന ഭാഷയെ. ജീവനു നൂതനോന്മേഷം പകർന്നിടും ദേവഭാഷാമൃതം ചേർന്ന ഭാഷയെ. മലയാള ഭാഷയെക്കുറിച്ചുള്ള എന്തെല്ലാം സൂചനകളാണ് ഈ കാവ്യഭാഗത്ത് തെളിയുന്നത്? ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആണ്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. മലയാള ഭാഷയുടെ സൗന്ദര്യവും മലയാള ഭാഷയുടെ പിറവിയുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് ഈ വരികളിലുള്ളത്. ദ്രാവിഡ ഭാഷയിൽ നിന്നാണ് മലയാള ഭാഷ പിറവി കൊണ്ടത്. അതുകൊണ്ടാണ് ദ്രാവിഡ നന്ദിനിയായി, ദ്രാവിഡ പുത്രിയായി വളർന്ന ഭാഷ എന്ന് കവി മലയാളത്തെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ ദേവഭാഷയായ സംസ്കൃതത്തിൻ്റെ സ്വാധീനം മലയാള ഭാഷയിലുണ്ട് എന്ന സൂചനയും ഈ വരികളിലുണ്ട്.
അടുത്തത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ഞാൻ ആദ്യം നിന്നൊരു ഇൻട്രൊഡക്ഷൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മലയാളം മാതൃഭാഷയായത് പുണ്യമായി കാണാൻ കവിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാം? ഇതിൻ്റെ ആൻസർ നോക്കാം. അപ്പോൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ ചെയ്തതിന് ശേഷം ഈ ആൻസർ കൂടി ഒന്ന് എഴുതാം കേട്ടോ. ദ്രാവിഡ ഭാഷയുടെ പുത്രിയാണ് മലയാളം. അമ്മയുടെ മുലപ്പാലിൻ്റെ വീര്യമാണ് മലയാള ഭാഷയ്ക്ക് ഉള്ളത്. ദേവഭാഷയായ സംസ്കൃതമാകുന്ന അമൃത് ചേർന്ന ഭാഷയാണ് മലയാളം. ജീവന് നവോന്മേഷം നൽകുന്ന ചന്ദന സുഗന്ധമുള്ള മലയാളത്തെ ജയിക്കാൻ മറ്റൊരു ലോകഭാഷയില്ല. ഈ കാരണങ്ങൾ കൊണ്ടാണ് മലയാളം മാതൃഭാഷയായത് പുണ്യമാണ് എന്ന് കവി പറയുന്നത്. കേരള തൂമൊഴിയെന്നു കേട്ടാൽ മതി കോരിത്തരിപ്പിൻ്റെ കൊയ്ത്തുകാലം. ഇത് വെണ്ണിക്കുളത്തിൻ്റെ കവിതയിൽ നിന്നുള്ള 2 വരികളാണ്. അടുത്തത് ജനിക്കും നിമിഷം തൊട്ടൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം, അതിനാൽ ഭാര്യതൻ പേർ ഇംഗ്ലണ്ടിൽ തന്നെയാക്കി ഞാൻ. ഇത് കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിതയിൽ നിന്നുള്ള വരികളാണ്. 2 കാവ്യഭാഗങ്ങളിലെയും മാതൃഭാഷയോടുള്ള സമീപനം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. മാതൃഭാഷയിൽ അഭിമാനിക്കുന്ന മലയാളം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ കോരിത്തരിപ്പുണ്ടാകുന്ന ആളുകൾ നിരവധിയുണ്ട്. എന്നാൽ മാതൃഭാഷയുടെ മഹത്വം അറിയാതെ മാതൃഭാഷയിൽ നിന്ന് അകന്നു കഴിയുന്ന നിരവധി ആളുകളും ഉണ്ട്. അവർക്ക് മാതൃഭാഷയേക്കാൾ അന്യഭാഷയായ ഇംഗ്ലീഷിനോടാണ് താല്പര്യം. ജനിക്കുമ്പോൾ മുതൽ മകൻ ഇംഗ്ലീഷ് പറയാൻ ഭാര്യയുടെ പ്രസവം ഇംഗ്ലണ്ടിലാക്കി എന്ന് കുഞ്ഞുണ്ണി മാഷ് പറയുന്നത് ഇത്തരക്കാരെ കുറിച്ചാണ്. മാതൃഭാഷയെ ജീവന് തുല്യം സ്നേഹിക്കുന്നവരാണ് ആദ്യത്തെ കവിതാഭാഗത്തിലുള്ളത്. മാതൃഭാഷയെ വിലമതിക്കാതെ മറ്റു ഭാഷകൾക്ക് പ്രാധാന്യം നൽകുന്നവരെക്കുറിച്ചാണ് രണ്ടാമത്തെ കവിതാഭാഗം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരള തൂമൊഴിയെന്നു കേട്ടാൽ മതി കോരിത്തരിപ്പിൻ്റെ കൊയ്ത്തുകാലം. ഓജസ്സിൻ കാതലെ നിന്നെയോർക്കുമ്പോഴേക്കോരോ ഹൃദയവും ഓടിയോടം. കാവ്യഭംഗി കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. മലയാളം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ പുളകങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ഈ വരികളിലൂടെ കവി കാവ്യാത്മകമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഓരോ മലയാളിയുടെയും ജീവന് ചൈതന്യം പകരുന്ന, ഉന്മേഷം പകരുന്ന ഭാഷയാണ് മലയാളം. മലയാളത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ മലയാളികളുടെ ഹൃദയം ഓടിവള്ളം പോലെ സന്തോഷത്താൽ ഓളം തുള്ളുന്നു. മാതൃഭാഷയോടുള്ള അഗാധമായ സ്നേഹം കാവ്യാത്മകമായി അവതരിപ്പിച്ചിരിക്കുകയാണ് കവി. മാതൃഭാഷയോടുള്ള സ്നേഹം മൂലം സന്തോഷത്താൽ തിരതുള്ളുന്ന ഹൃദയത്തെ തെളിനീരാറ്റിൽ തുള്ളിക്കളിക്കുന്ന ഓടിവള്ളത്തോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ് കവി. അടുത്തത് 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. കേരള തൂമൊഴിയെന്നു കേട്ടാൽ മതി കോരിത്തരിപ്പിൻ്റെ കൊയ്ത്തുകാലം. മാണിക്യവീണയിൽ നിന്നുള്ള വരികളാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മത്യന്നു പെറ്റമ്മ താൻ ഭാഷ താൻ. എൻ്റെ ഭാഷ എന്ന് പറയുന്ന കവിതയിൽ നിന്നെടുത്തിട്ടുള്ള വരികളാണ് തന്നിരിക്കുന്നത്. ഓരോ മനുഷ്യനും അമ്മയോളം പ്രിയപ്പെട്ടതാണ് മാതൃഭാഷ. വരികളും പ്രസ്താവനകളും വിശകലനം ചെയ്ത് മാതൃഭാഷയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. മലയാളം മറക്കുന്ന മലയാളികളുടെ എണ്ണം ഇന്ന് കൂടി വരികയാണ്. മാതൃഭാഷയായ മലയാളത്തേക്കാൾ മഹത്തരമാണ് ഇംഗ്ലീഷ് എന്നൊരു ധാരണയും ഉണ്ടായിക്കഴിഞ്ഞു. മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് പറയുന്നത് അഭിമാനമായി കാണുന്നവരും ഇന്ന് ഏറെയാണ്. മുലപ്പാലിൻ്റെ മാധുര്യത്തോടൊപ്പം കുഞ്ഞിൻ്റെ ചുണ്ടിൽ വിരിയുന്ന ഭാഷയാണ് മലയാളം. അതുകൊണ്ട് തന്നെ മാതൃഭാഷയായ മലയാളം നമുക്ക് അമ്മ തന്നെയാണ്. മറ്റുള്ള ഭാഷകൾ വളർത്തമ്മയ്ക്ക് തുല്യമാണെന്നും മാതൃഭാഷയായ മലയാളം അമ്മ തന്നെയാണ് എന്നും പാടിയ കവിയാണ് വള്ളത്തോൾ. അമ്മയുടെ വാത്സല്യത്തോടൊപ്പം മാതൃഭാഷയുടെ ലാളന കൂടി കിട്ടിയാലേ കുട്ടികളുടെ മാനസിക വളർച്ച പൂർണ്ണമാകൂ എന്നതാണ് യാഥാർത്ഥ്യം. മലയാള ഭാഷയെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ കോരിത്തരിപ്പ് ഉണ്ടാകുമെന്നാണ് വെണ്ണിക്കുളം ഗോപാലക്കുറിപ്പ് പാടിയത്. മാതൃഭാഷയായ മലയാളത്തിൻ്റെ വീര്യം ഉൾക്കൊണ്ടത് ഈ ജന്മത്തിൽ ലഭിച്ച ഏറ്റവും വലിയ പുണ്യമായും അദ്ദേഹം കരുതുന്നു. ഈ കവികൾക്കൊക്കെ മലയാളത്തോട് വൈകാരികമായ അടുപ്പമാണ് ഉണ്ടായിരുന്നത്. എന്തെല്ലാം കുറവുണ്ടായിരുന്നാലും മാതാവിൻ്റെ മാറിനോടെന്ന പോലെ മാതൃഭാഷയോട് ചേർന്ന് നിൽക്കുന്നു. എനിക്കു ജീവദായകമായ മുലപ്പാൽ പകരാൻ മാതൃഭാഷയ്ക്ക് മാത്രമേ കഴിയൂ എന്ന ഗാന്ധിജിയുടെ വാക്കുകൾ മാതൃഭാഷയുടെ പ്രാധാന്യവും മാതൃഭാഷയിലുള്ള അഭിമാനവും ഉയർത്തിപ്പിടിക്കുന്നതാണ്. അമ്മയോളം പ്രിയപ്പെട്ടതായ മലയാളത്തെ ജീവിതത്തോട് ചേർത്ത് നിർത്തുകയും മലയാളത്തെ സ്നേഹിക്കുകയും ചെയ്യേണ്ടത്
മലയാളികളായ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഈ പാഠഭാഗത്തു നിന്നും ചോദിച്ചിട്ടുള്ള ഒരുവിധം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.